ഹായ് എല്ലാവർക്കും നമസ്കാരം. വീഡിയോക്ക് എല്ലാവരും വെൽക്കം ചെയ്യുന്നു. ഇപ്പൊ നമ്മൾ കാണാൻ പോണത് മിക്സി പറഞ്ഞാൽ 3 വിധം മിക്സി ഉണ്ട്. ഇത് ഹോട്ടലിലേക്ക് ക്യാൻറ്റീനിലേക്കൊക്കെ യൂസ് ചെയ്യുന്ന പോലെ ഇതിൽ 3 വ്യത്യാസമുള്ള മിക്സി ഉണ്ട്. ചെറുതിലിരുന്ന് വലുത് വരയ്ക്കുള്ളത്. ഒന്നിൽ മസാല അരിക്കണ പോലെ, രണ്ടിലും തേങ്ങ ചട്നി അരിക്കാം. ഇതിൽ ജാറ് എത്ര എണ്ണം വരുന്നുള്ളതൊക്കെ ഇപ്പൊ ഞാൻ പറയാം. ഇതിൽ 2 ജാറ് വരും. ഇതിൽ ഒരേ ജാറ്. ഇത് വന്ന് മസാല ഞമ്മ ഹോട്ടലിലേക്കൊക്കെ അരിക്കുന്നതായിരിക്കാം. തേങ്ങ ചട്നി അരിച്ചാൽ കുറച്ച് ചണ്ടി പോലെ വരും. അത് കാരണം മാത്രം ഇതിൽ തേങ്ങ ചട്നി യൂസ് ചെയ്യാൻ പറ്റില്ല. മറ്റുപടി ഇതിൽ എല്ലാം അരിക്കാം. ഇതിൽ 2 ജാറ് വെച്ച് വരും. ഇത് എല്ലാം വന്നിട്ട് വലിയ ഹെവിയുള്ള മോട്ടറാണ് ഇതിലുള്ളത്. നിറയെ എത്ര പണിയിലിട്ട് അരിക്കാം. നന്നായി അരിയപ്പെടും. ഇതിലിപ്പോൾ ഞാൻ അരച്ച് പിന്നെ ഇനി പോണ വീഡിയോയിൽ അരച്ച് ഞാൻ കാട്ടാം. 3 മിക്സി ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൽ ഓരോ മിക്സിനെ പറ്റി ഞാൻ ഓരോന്ന് പറയാം. ഇത് വന്നിട്ട് നമ്മൾ ഹെവി ആയിട്ട് ഓട്ടുന്ന മെഷീൻ. ഇതിൽ വന്ന് കാർബൺ ഇതിൽ 2 വേറെ മിക്സിയിൽ പറഞ്ഞ കാര്യം കാർബൺ ബ്രഷ് വർട്ട് ഒന്നുണ്ട്. അത് ഇതിൽ വന്ന് വേറെ മെഷീനിൽ വന്നിട്ട് മാറ്റണം. ഇതിൽ മാറ്റേണ്ട ആവശ്യം ഉണ്ടാവില്ല. ഇതിലിപ്പോൾ നമ്മൾ തേങ്ങ ഇടാൻ മസാല അരിക്കാൻ തേങ്ങ ഇടാൻ പാടില്ല പറഞ്ഞ കാര്യം വന്നിട്ട് ഇപ്പൊ നമ്മൾ മോട്ടോർ ഓൺ ചെയ്യുമ്പോൾ ചുറ്റുമല്ലോ, ചുറ്റുന്നത് വന്നിട്ട് 3000 സ്പീഡിൽ ചുറ്റുള്ളൂ. അത് ചുറ്റുന്ന സമയത്ത് അതിലൊരു ചണ്ടി പോലെ വരും. ഇത് മസാലയാണെങ്കിൽ ഹെവി ആയിട്ട് ചുറ്റും. അത് മോട്ടറിൽ വന്നിട്ട് നമ്മൾ അരിക്കുന്ന സാധനം ഓക്കെ തന്നെ, പക്ഷെ മെല്ലെ അരിഞ്ഞ് വരുമ്പോൾ മസാല ഓക്കെ. പക്ഷെ തേങ്ങയ്ക്ക് മെല്ലെ അരിയുന്നത് കൊണ്ട് അത് കുറച്ച് ഒരു ചണ്ടിന്റെ പ്രശ്നം ഉണ്ടാവും. അത് തന്നെ. പക്ഷെ മറ്റുപടി നമ്മൾ ഈ ബിരിയാണിക്ക് ഇറച്ചി കറിയൊക്കെ ഉണ്ടല്ലോ, കറികൾക്കൊക്കെ മസാല അരയ്ക്കുന്ന സമയത്ത് ഇത് ഓക്കെ. ചുറ്റുന്നത് മാത്രം സ്പീഡ് കമ്മിന്നല്ലാതെ അരിയണത് മൈ പോലെ അരിയും. പക്ഷെ അത് തേങ്ങ ഇട്ടാൽ ശരിയായില്ല എന്ന് മാത്രം. എന്നിട്ട് തേങ്ങ വന്ന് നമ്മൾ ചട്നിക്ക് മാത്രമേ യൂസ് ചെയ്യുള്ളൂ. അത് കാരണം അതൊരു ചണ്ടി പോലെ വരും. മറ്റുപടി ഇത് മസാലയ്ക്ക് അരിക്കുന്നതിന് ഓക്കെ. ഇപ്പൊ മിക്സി ഞാനിപ്പോ അരക്കുന്നതിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ വന്ന് മിക്സിന്റെ ഉള്ളിലുള്ള ബ്ലേഡുകൾ ഞാൻ കാട്ടിത്തരാം. എങ്ങനെ ഓക്കെ. മിക്സിയിലുള്ള ബ്ലേഡ് എത്ര തിക്നെസ് ആയിട്ട് കനമായിട്ടുള്ള പാത്രം ഭയങ്കര വെയിറ്റ് ഉണ്ട്. ഇതിലിപ്പോ ഉള്ളിലുള്ള ബ്ലേഡുകൾ ഓക്കെ. ഇതിപ്പോ നമ്മള് ഇഞ്ചി മുഴുവനായിട്ട് നറുക്കിയിടാണ്ട്, അതുപോലെ വലിയ വെങ്കായവും ചെറിയ വെങ്കായം ആകട്ടെ നറുക്കാണ്ട്, വലുത് പറയുമ്പോ 2 ആയിട്ട് ഇടാം. ഒന്നും ചെയ്യണ്ട. തൊലിവ മാത്രം കളഞ്ഞിട്ട് അതിലിട്ടാൽ മതി. ഇപ്പൊ നമ്മൾ നേരത്തെ കണ്ടത് വലിയ മിക്സി, അതിനടുത്ത സൈസുള്ള മിക്സി. ഇത് 4 ലിറ്ററുള്ള ജാറ്, ഇത് 2 ലിറ്ററുള്ള ജാറ്. ഇതിന് 2 ജാറ് വരും. ഇതിൽ വന്ന് കാപ്പർ മോട്ടറാണ് ഉള്ളിലുള്ളത്. ഇത് വന്ന് കാർബൺ ബ്രഷ് ഉള്ള മിക്സി. പക്ഷെ അതിലൊന്നും മാറ്റേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എത്ര ഹെവി ആണെങ്കിലും ഓട്ടാന്ന് പറഞ്ഞു. അപ്പൊ ഇതിൽ വന്നിട്ട് ഒരു 6 മാസത്തേക്ക് ഒരിക്കൽ ഇതിൽ ആ ബ്രഷ് ഒന്ന് മാറ്റണം. ആ ബ്രഷ് ഞങ്ങൾ ഈ മിക്സിന്റെ കൂടെ ഒന്നും കൂടി ഞങ്ങൾ തരും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു 6 മാസം ആകുമ്പോൾ അത് മാറ്റണ്ട. എന്നിട്ട് അതിലൊരു തേയ്മാനം ഉണ്ടാവും. അത് കാരണം അത് മാറ്റണം. ഇത് വന്ന് 2060 വാട്ട്സ്. ഇതിൽ 16000ന്റെ സ്പീഡ് ഉണ്ട്. ഒരു മണിക്കൂറിന് നമ്മൾ അത് ചുറ്റുന്നത് 16000ന്റെ ഇതുണ്ട്. തേങ്ങ അതിൽ ഇടണ്ടെന്ന് പറഞ്ഞത് അത് കമ്മിയായിട്ടുള്ള കാര്യം. ഇപ്പൊ ഇതിൽ ഇത്ര സ്പീഡ് ഉള്ള കാരണം തേങ്ങ ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞാൽ തേങ്ങ ചട്നി എങ്ങനെ എത്ര മൈല് വേണോ അതുപോലെ അത് അരച്ചു തരും. അതിനുള്ള സ്പീഡ് ഇതിലുണ്ട്. ഇതിലുള്ള ജാറ് ഞാൻ കാട്ടിച്ചു തരാം. അതിൽ ബ്ലേഡ് ഞാൻ കാട്ടിയിട്ടുണ്ടായിരുന്നല്ലോ എത്ര ഹെവി ആയിട്ടുണ്ടെന്നുള്ളത്. ഇതിലുള്ള ബ്ലേഡ് നോക്ക് ഈ പാത്രത്തിൽ. എന്നിട്ട് അതിനേക്കാളും വലുത്. എന്നിട്ട് അതിൽ ഞങ്ങൾ മസാല ഇടാന്ന് പറഞ്ഞു. ഇത് അതിനേക്കാളും ചെറിയ മിക്സി കാരണം, ചെറിയ സാധനം കാരണം ഇതിൽ തേങ്ങ എല്ലാം ഇടാം. ഇത് അതിൽ അടുത്ത് കൂടെ തരുന്ന മിക്സിയാണ് ഇത് ജാറ്. ഇത് 2 ലിറ്റർ ജാറ്, ഇത് 4 ലിറ്റർ. ഇപ്പൊ ഈ ചെറിയ ജാറ് 2 ലിറ്റർ ജാറ് പറഞ്ഞത് ഇതിൽ വെള്ളം ഒഴിക്കാതെ നമ്മൾ എന്തെങ്കിലും കടലകള് സാമ്പാറിന് നമ്മൾ അരച്ചു കൂട്ടി വെക്കുമല്ലോ. അപ്പൊ അരയ്ക്കുമ്പോൾ ആ പൊടി ഡ്രൈ ആയിട്ടൊന്ന് അരച്ചെടുത്തിട്ട് നമ്മൾ വെള്ളം ഒഴിച്ച് അരിക്കുമല്ലോ. അതിന് ഈ രണ്ടാമത്തെ ജാറ് വന്നിട്ട് യൂസ് ചെയ്യാം. അത് മഞ്ഞൾ മാത്രം യൂസ് ചെയ്യണ്ട. മറ്റെല്ലാ കടലകള് നമ്മളെ മസാലയൊക്കെ വറുത്തിട്ട് പൊടി പൊരിച്ച് അരച്ച് വെക്കാന്ന് പറയില്ലേ, ചട്നിപ്പൊടി ഇഡ്ലിപ്പൊടിയൊക്കെ നമ്മൾ ചെയ്ത് വെക്കില്ലേ, അതൊക്കെ ഈ ജാറിൽ ചെയ്ത് വെക്കാം. ഞാൻ ഇപ്പൊ നേരത്തെ പറഞ്ഞത് ഒരുപാട് വലുത്, അതിനേക്കാൾ അടുത്തത് ചെറുത്, അതിനേക്കാൾ ഇത് ചെറുത്. നമ്മളൊരു മീഡിയം ഒരു ചെറിയൊരു ഹോട്ടലാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ തന്നെ. ഇതിൽ വന്നിട്ട് 3 ലിറ്റർ ജാറൊന്നും 1 ലിറ്റർ ജാറൊന്നും കിട്ടുന്നുണ്ട്. ഇതിൽ അതേ പറഞ്ഞ മെത്തേഡ് തന്നെ. ഇതിൽ വന്നിട്ട് പ്ലാസ്റ്റിക്കിൽ ഇത് യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് നല്ല മെറ്റല് യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് തന്നെ ഈ 2 മിക്സിക്കും വന്നിട്ടുള്ള വ്യത്യാസം ഇത് തന്നെ. ഇതിൽ വന്ന് 1500 വാട്ട്സ്. ഇപ്പൊ നമ്മള് രണ്ടാമത്തെ മിക്സി നോക്കാൻ പോകണം. ഇതിലിപ്പോ തേങ്ങ ഇട്ട് നോക്കാം. അപ്പോഴേ നേരത്തെ ഏറ്റവും ചെറിയ മിക്സി ആയിരുന്നു നോക്കിയത്. ഇപ്പൊ അതിൽ ഇടയിലുള്ള മിക്സിയാണ് ഇപ്പൊ നോക്കാൻ പോകുന്നത്. അതിലിപ്പോ ഞാനിപ്പോ ഒരു 6 തേങ്ങ പറഞ്ഞ 3 തേങ്ങ 6 മൂടി. ഇനിയൊരു 2 മുടിയും കൂടി എടുത്ത് ചിരവാം. അതിനുള്ള ഗ്യാപ്പ് ഉണ്ട്. ഞാൻ ഇപ്പോൾ ചിരവിയത് 3 തേങ്ങ മാത്രമേ എടുത്തുള്ളൂ, ഒരു 6 മൂടി. ഇനി ഒരു തേങ്ങയും കൂടി ഉടച്ച് ഇതിൽ ചിരവിടാം. ഇട്ടിട്ടുണ്ട് പറഞ്ഞാൽ അതിനി ഇത്രയാവും. അപ്പൊ നമുക്ക് അരയ്ക്കാനുള്ള സ്ഥലവും ചേർന്നാവുമ്പോൾ ശരിയാവും. ഇത് പിന്നെ അരച്ചെടുക്കുമ്പോൾ കറക്റ്റായിരിക്കും. ഇനി ഒരു തേങ്ങയും കൂടി ഉടച്ചിടാം. പ്രസ് ചെയ്തിട്ട് ലാക്ക് ചെയ്യാം. കുറച്ചിതിൽ മേലെ കൂടെ കുറച്ച് വെള്ളം ഒഴിക്കാം.
പൊടിച്ച് നോക്കാം നമ്മള്. കണ്ണാടി പോലെയുള്ള കാരണം ഉള്ളിൽ കാണുന്നുണ്ട്. കുറച്ചും കൂടി വെള്ളം ഒഴിക്കാം. ഒഴിക്കാം. ഇപ്പോൾ നമ്മൾ വലിയ മിക്സി, അപ്പോഴേ ഇടയിലുള്ള മിക്സി നോക്കി. ഇപ്പോൾ വലിയ മിക്സി, അതിൽ നമ്മൾ കുറച്ച് ബിരിയാണിക്കൊക്കെ നമ്മൾ അരയ്ക്കുമല്ലോ, ഇഞ്ചി പൊട്ട് പേസ്റ്റ്, ഇഞ്ചി വെള്ളവങ്കായം ചെറിയ ഉള്ളിയൊക്കെ നമ്മൾ ഇടുമല്ലോ, അതുപോലെ ഇപ്പോൾ ഇഞ്ചി ഇട്ടിട്ട് നമുക്ക് അരച്ച് നോക്കാം. ഇഞ്ചി ഇടുന്നു, അടപ്പെടുത്തിടാം. ഇപ്പം നമ്മൾ ഇഞ്ചി ഇട്ടിട്ടുണ്ട്, കുറച്ച് അധികമായിട്ട് ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ രണ്ടും ഈ പച്ച സ്വിച്ചിനൊന്ന് അമർത്തി കൊടുത്തിട്ട് ഇതിനെ ഓൺ ചെയ്യുക. അങ്ങനെ നമ്മൾ ഇതിൽ ഇഞ്ചി അരച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, നോക്കാം. ഇപ്പം ഇതിൽ നമ്മൾ ലാസ്റ്റ് സൈസ് മിക്സിയിലാണ് ഇട്ടിരിക്കുന്നത്, ഇഞ്ചിയാണ് ഇട്ടിരിക്കുന്നത്. ഒരു 1/2 കിലോ ഇഞ്ചി ഇട്ടിട്ടുണ്ട്. കട്ട് ചെയ്തിടാം. ഒരുപാട് വലിപ്പം ഉണ്ടെങ്കിൽ തിക്നെസ്സും ഉണ്ട് പറഞ്ഞാൽ കട്ട് ചെയ്തിടാം. അരച്ച് നോക്കാം. ഇപ്പം ഇതിൽ നമ്മൾ ഇഞ്ചി ഇട്ട പിന്നെ ആൺ ചെയ്യുമ്പോൾ 3 സ്റ്റെപ്പ് ഉണ്ട്, 3 സ്പീഡ് ഉണ്ട്. ഇതൊന്ന്, ഇതൊന്ന്, ഇതൊന്ന്. അത് ഏത് സ്പീഡിൽ വേണമെങ്കിലും നമ്മൾ വെക്കാം. ഇപ്പം നോക്കാം. നമ്മൾ ഇഞ്ചി അരിഞ്ഞത് അടപ്പിൽ നോക്കിയാലേ അറിയാം എങ്ങനെ അരിഞ്ഞിരിക്കണമെന്ന്. ഇപ്പം ഇത് ഞാൻ എടുത്ത് കാട്ടാം. ഇപ്പം നമ്മൾ നേരത്തെ വലിയ മിക്സിയിൽ ഇഞ്ചി അരച്ചിരുന്നു, ഇഞ്ചി വെള്ളവങ്കായം പോലെ. ഇതിലിപ്പോൾ പുതിനയിലയും മല്ലിയില നീളമായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ രണ്ട് കഷ്ണമായിട്ട് കട്ടാക്കുക. ഞാൻ ഇപ്പോൾ ഇത് രണ്ടു കൂട്ട് അരച്ച് നോക്കാം. ഇതിൽ എന്ത് ചോദിച്ചാൽ എന്തിട്ടാലും 1 കിലോത്തിൻ്റെ മേലെ ഇടാം. അത് നിങ്ങൾ അരച്ച് നോക്കുമ്പോൾ അറിയും. പക്ഷെ കുറച്ച് കുറവായിട്ട് ഒരു 1/4 കിലോ 1/2 കിലോ പോലെ ഇട്ടിട്ടുണ്ട് പറഞ്ഞാൽ നമുക്ക് ഓടുമ്പോൾ തുറന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ആ മൂടിയിൽ അടപ്പിൽ ഒട്ടിയിട്ടുണ്ടാവും, മേലെ ചാറിൻ്റെ ചുറ്റും നിൽക്കും, ചക്ക പോലെ നിൽക്കും. അത് കാരണം നമ്മൾ 1 കിലോ വെച്ച് ഇട്ടിട്ടുണ്ട് പറഞ്ഞാൽ അതിനുള്ള വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ല മൈ പോലെ അരിയും. അല്ലാണ്ട് ഒത്തിരി ഇട്ടിട്ടുണ്ട് പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ കുറച്ചിട്ട് അരച്ച് നോക്കി, അത് അരപ്പെടാത്ത പോലെ ഉണ്ട്. അപ്പോൾ 1 കിലോൻ്റെ മേലെ ഇടുന്ന സമയത്ത് നന്നായി അരിയുന്നുണ്ട്. അത് കാരണം നിങ്ങൾ 1 കിലോൻ്റെ മേലെ ഇടുന്ന പോലെ നോക്കിക്കോളാം. ഇപ്പം ഞാൻ അത്ര നേരം പറഞ്ഞത് ഈ 3 മിക്സിനെ പറ്റിയിട്ട്. ഇതിലിപ്പോൾ നിങ്ങൾക്ക് ഏത് വേണമെന്ന് വെച്ചാൽ അത് എടുക്കുക. എന്താ ഇതിൽ ഒരുപാട് അധികം അരിക്കാം, മസാല ഐറ്റം അരിക്കാം എന്നുള്ളത് ഞാൻ പറഞ്ഞത്. ഇതിൽ ചട്നി വക ഇതിലും മസാല അരിക്കാം, പക്ഷെ ഇതിലിവിടെ കുറവായിട്ട് ഇടാമെന്ന് മാത്രം. ഇത് ഏറ്റവും തൊങ്ങനെ ഇടാം. ഇതിപ്പോൾ 1 കിലോ വെച്ച് 1.5 കിലോ വെച്ച് ഇട്ടിട്ടുണ്ട് പറഞ്ഞാൽ ഇതിൽ 1 കിലോ വയ്ക്കാം. ഇതിനേക്കാളും കുറവായിട്ട് ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ യൂസിന് എങ്ങനെയുണ്ടോ, നമുക്ക് തൊങ്ങനെ അരയ്ക്കണം, ആൾക്കാർ നിറയെ വരുന്ന സ്ഥലമാണെന്ന് പറഞ്ഞാൽ വലുതടിക്കുക, അല്ലെങ്കിൽ കുഴപ്പമില്ല ഞങ്ങൾക്ക് ഒരു മീഡിയമായിട്ട് വേണം പറഞ്ഞാൽ ഇത് ഇല്ല, അതിനേക്കാളും മീഡിയമായിട്ട് ചട്നി മാരിയുള്ള ഐറ്റം പോകുള്ളൂ പറഞ്ഞാൽ ഇതെടുക്കാം. ഇത്ര നേരം കണ്ട വീഡിയോ ശരി, ഞാൻ നേരത്തെ നിറയെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ നിറയെ മെഷീനും പോയിട്ടുണ്ട്, നിറയെ പേര് കണ്ടിട്ടുണ്ട് എന്നുള്ളത് എനിക്കറിയാം. അതുകൊണ്ട് ഞങ്ങൾക്ക് നിറയെ സെയിൽസ് ആയിട്ടുണ്ട്. ഈ വീഡിയോ നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് പറഞ്ഞാൽ ഈ ഇതിൽ കാണുന്ന നമ്പറിലേക്ക് കാൾ ചെയ്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ ഡൗട്ട് ചോദിക്കുക, ഇല്ലെങ്കിൽ ബുക്ക് ചെയ്യുകയാണെങ്കിൽ ബുക്ക് ചെയ്യാം. ഇത്ര നേരം കണ്ടിരിക്കുന്ന എല്ലാവർക്കും പറയാം നമസ്കാരം, നന്ദി.